സൈജു ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? 30 കൊല്ലമായിട്ട് കാണാം. അതല്ല, നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുന്നത് എങ്ങനെയാണ്, ആദ്യമായിട്ടാണോ എന്നാണ് ചോദിച്ചത്. പൊതുവേദിയിൽ ഞാൻ പലപ്പോഴായിട്ട് പല TV പ്രോഗ്രാമിൽ വിളിക്കാറുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സൈജുവിന് എന്ത് തോന്നുന്നു, ഈ അർജന്റീന ടീമിന് ഒരു പക്ഷത്തും മറ്റ് ടീമുകളെല്ലാം കൂടി ചേർന്ന് മറുപക്ഷത്തുമാണ് ആരാധകരിങ്ങനെ രണ്ട് ചേരിയായി തിരിച്ചെന്ന് തോന്നുന്നുണ്ടോ? സാറേ, ഈ ഫുട്ബോളുകളിൽ ഞാനൊരു 35 കൊല്ലമായിട്ട് അടുപ്പിച്ച് കാണാം. പക്ഷേ പറഞ്ഞോളൂ. ഞാനൊരു 35 കൊല്ലമായിട്ട് അടുപ്പിച്ച് കാണാം ഇതിന്റെ. താങ്കൾ പറഞ്ഞോളൂ. 35 കൊല്ലമായിട്ട് ഞാനിത് കണ്ടോണ്ടിരിക്കുന്ന. പക്ഷെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അർജന്റീനയ്ക്ക് തന്നെയാണ്. ഫിഫയുടെ പല നിയമങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെഫറിങ് തന്നെയാണെങ്കിലും പേര് കേട്ട റെഫറിമാരാണ് നിൽക്കണമെങ്കിൽ പോലും അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ചില കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ കളിയിൽ എന്ത് കാര്യമാണ് അർജന്റീനയ്ക്ക് അനുകൂലമായി ചെയ്തത്? ഈജിപ്തിന്റെ കളി തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈജിപ്തിന്റെ കളിയിൽ എന്താണ് അർജന്റീനയ്ക്ക് അനുകൂലമായി ചെയ്തത്? ഈജിപ്തിന്റെ കളി തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ. വിസിലിങ്ങിന്റെ ഇതിൽ തന്നെ ഒരു ഓഫ്സൈഡ് കാര്യം പോലും അല്ല. എന്നിട്ട് പോലും ആ ഗോൾ ചാൻസ് ആയി. വാർ അന്വേഷിച്ചിട്ട് പോലും ഇല്ല ഇതിനെതിരെ. ഏതാണ് ഞാൻ പറഞ്ഞത്? വാറിന് അപ്പീൽ കൊടുത്തല്ലോ. ഈജിപ്തിന്റെ ആൾക്കാർ വാറിന് അപ്പീൽ കൊടുത്തിട്ട് ആ അപ്പീല് സ്വീകരിച്ചു പോലുമില്ല. അതൊരു രണ്ട് നീതിയല്ലേ. അവര് അപ്പീൽ ചെയ്തപ്പോ തന്നെ അവർക്കൊരു വാറിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ അടുത്ത് അത് തന്നെ പ്രധാന ഒരു കേസല്ല. ഈജിപ്തിന്റെ കോച്ച് വരെ അതിനെതിരെ സംസാരിച്ചു. ഈജിപ്തിന്റെ കോച്ച് ചില നാടകങ്ങളൊക്കെ കളിച്ചു, അത് എല്ലാരും കണ്ടു. അതൊക്കെ തന്നെ ഒരു സൈഡ് വിസിലിംഗ് അല്ലേ വരുന്നത്. പക്ഷെ അന്ന് എടുത്ത റഫറിങ്ങിന്റെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങളും ആ രണ്ട് തീരുമാനങ്ങളിനകത്ത് അതായിരുന്നു ശരിയായ തീരുമാനങ്ങളെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത്. ഈ നിയമം അനുസരിച്ച് അങ്ങനെ എടുക്കാൻ കഴിയൂ എന്നാണ് കൃത്യമായി പറയുന്നത്. അല്ല, നിയമവശങ്ങൾ ഇതിലെ കൂടിയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ റഫറിമാർക്ക് നിയമം നോക്കിയല്ലേ തീരുമാനം എടുക്കാൻ കഴിയൂ, അല്ല നിയമം നോക്കാതെ തീരുമാനം എടുക്കാൻ കഴിയൂ? രണ്ട് ഒരേ കോർട്ടിൽ കളിക്കുന്നവർക്ക് രണ്ട് തീരുമാനങ്ങളുണ്ടോ? ഒരു വിസിലിംഗിൽ രണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ രണ്ട് തീരുമാനം വന്നത്? എവിടെ വന്നു? അല്ല, തീരുമാനങ്ങളിൽ അങ്ങനെയല്ലേ സാധാരണ റെഫറിമാരെടുക്കുന്നത്. അല്ല, അങ്ങനെ ഒരു തീരുമാനം എവിടെ വന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഈജിപ്തിനെതിരെ ഒരു കളി കളിച്ചു കഴിഞ്ഞപ്പോ കോച്ച് വരെ അവർക്ക് വാറിന് കൊടുത്തിട്ട് പോലും അത് അന്വേഷിച്ചില്ല. അതൊരു തെറ്റായ തീരുമാനങ്ങൾ. ഫുട്ബോളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കാണെന്നത് ഇപ്പൊ തോന്നുന്നു. ഞാനൊരു ബ്രസീലുകാരനാണ്, പക്ഷെ ഞാൻ എല്ലാ കളിയും കാണും, എല്ലാവരുടെയും കളി കാണുന്നുണ്ട്. 35 കൊല്ലമായിട്ട് ഞാൻ ചോദിച്ചത് അവിടെ ഗോൾ അനുവദിക്കാതിരുന്ന തീരുമാനം ശരിയായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അവരുടെ പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ചുണ്ടായ ഫൗൾ, ഇവർക്ക് അനുകൂലമായി കിട്ടേണ്ട, ഈജിപ്തിന് അനുകൂലമായി കിട്ടേണ്ട ഫൗൾ, അത് ഫൗളല്ല എന്നുള്ളതും വളരെ കൃത്യമായി തന്നെ. ചില ബോൾ കൃത്യമായും കാലിൽ നിന്ന് പോയതിന് ശേഷമാണ് ബോഡി ടച്ച് ഉണ്ടാവുന്നത്. ഇത് രണ്ടും നിയമപരമായി തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് എങ്ങനെയൊക്കെയാണ് ഫൗൾ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ആരോപണമായി ഉയർന്നത്. ഈ രണ്ട് ആരോപണവും പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളത് ഈ രംഗത്തെ വിദഗ്ധരെല്ലാവരും പറയുന്നു. പിന്നെയും റഫറിങ് മോശമായിരുന്നു, അത് അർജന്റീനയെ അനുകൂലിക്കുന്നതാണ് എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഗോൾ ചാൻസ് വരെ അത് വ്യത്യാസം വന്നില്ലേ? ലാസ്റ്റ് ഒരു ഗോൾ അടിച്ചത് തന്നെ അതുവരെ വാറിന് കൊടുത്തു. അല്ല, അത് വാറിന് കൊടുക്കുമ്പോൾ അത് ഫൗളിൽ നിന്നാണ് ഗോൾ അടിച്ചത്. ആ ഫൗൾ ആങ്കിൽ അത് നിയമം അനുസരിച്ച് അത് ഗോളല്ല. ഒരു റീപ്ലേ പോലും അതിനെതിരെ കാണിച്ചില്ല. എല്ലായിടത്തും റീപ്ലേ അടക്കം കൃത്യമായി തന്നെ ടെലിവിഷൻ ചാനലുകൾ ഞങ്ങളെല്ലാവരും കണ്ടതല്ലേ. കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് അത് ഞാൻ ഇത് കളി കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റീപ്ലേ പിന്നെ കാണിച്ചിട്ട് പോലുമില്ല. അല്ലല്ല, അത് പലതവണ കാണിച്ചു. ഇപ്പോഴും നിങ്ങൾക്ക് അതിന്റെ നമ്മുടെ ആളുകളൊക്കെ ടിവിയിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത ദൃശ്യങ്ങളും അല്ലാതെ വിദേശത്തെ ചില യൂട്യൂബുകൾ വഴി ക്യാപ്ചർ ചെയ്ത ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും ആവശ്യം പോലെ കിടപ്പുണ്ട്. താങ്കൾക്ക് നോക്കാം. പക്ഷേ ഇത് നിലവിൽ ഇതെന്താ ഈ ബ്രസീൽ ആരാധകർ മാത്രം ഇങ്ങനെ അർജന്റീനയ്ക്ക് കളിക്ക് ജയിക്കുന്ന എല്ലാം അത് ഫിഫയുടെ ആണ്, റഫറിങ് ആണെന്നൊക്കെ പറയുന്നത്? 35 കൊല്ലമായിട്ട് ഞാൻ അടുപ്പിച്ച് കാണുന്ന ഞാൻ എല്ലാവരുടെയും കളി കാണുന്നുണ്ട്. എനിക്ക് ബ്രസീല് എന്റെ ടീമാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു കളി ബ്രസീലിന്റെ കളി മാത്രമല്ല കാണാറ്, ഞാൻ എല്ലാവരുടെയും കളി കാണാറ്. ഇപ്പൊ ഏത് ടീമിനാ പിന്തുണയ്ക്കുന്നത്? ഞാൻ ബ്രസീലുകാരൻ തന്നെയാ. അല്ല, ഇപ്പൊ ഏത് ടീമിനാണ് പിന്തുണയ്ക്കുന്നത്? നമ്മൾ വർഷങ്ങളെ 35 കൊല്ലമായിട്ട് ഈ ബ്രസീലിന് വേണ്ടി. അതല്ല ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ബ്രസീൽ പരാജയപ്പെട്ട ശേഷം ഏത് ടീമിനാണ് പിന്തുണയ്ക്കുന്നതെന്ന്. ഞാൻ പിന്തുണക്കുന്നില്ല, കാരണം എനിക്ക് വേറെ ടീമൊന്നുമില്ല. എന്റെ ടീം അത് തന്നെയാ. പക്ഷെ ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് കളികളെല്ലാം മൊത്തം കാണുന്ന ഒരു വ്യക്തിയാണ്. സൈജുവിന്റെ അഭിപ്രായം അങ്ങനെയാണ്. അർജന്റീനയ്ക്ക് വേണ്ടി ഫിഫയും റഫറിയും ഒക്കെ കളിക്കുന്നു എന്നുള്ളതാണ് സൈജുവിന്റെ അഭിപ്രായം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.